വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന പ്രീതിയോട് രാഘവൻ നായർ ശാലിനിയെ പറ്റി തിരക്കുകയാണ്. അന്നേരം ശാലിനിക്കിപ്പോൾ ഭേദമുണ്ടച്ച, കുറച്ച് തരിപ്പ് മാത്രമേ ഉള്ളൂ. ശാലിനി നടന്നു തുടങ്ങിയതിന് ശേഷമാണ് വിഷ്ണുവേട്ടൻ പുറത്തേക്ക് പോയതെന്നും പ്രീതി പറയുന്നു. അന്നേരം സുസ്മിത അവിടേക്ക് വരികയാണ്. അന്നേരം പ്രീതി വീണ്ടും രാഘവൻ നായരോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇപ്പോൾ ചായയോ മറ്റോ വേണമോ? സുസ്മിതയെ ഒന്ന് നോക്കിയിട്ട് പരിഹസിച്ച് രാഘവൻ നായർ പറയുകയാണ്, എനിക്കിപ്പോൾ ചായയും കോഫിയും ഒന്നുമല്ല വേണ്ടത്, കുറച്ച് കുഴമ്പാണ്. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, അതിന് അച്ഛൻ ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പല്ലേ കുഴമ്പിട്ട് തടവി തന്നത്? അന്നേരം രാഘവൻ നായർ പറയുകയാണ്, കുഴമ്പ് എനിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ വേറെ പലർക്കും ആവശ്യം വന്നേക്കാം. ചെറിയ വീഴ്ചയൊക്കെ കുഴമ്പിട്ട് തടവിയാൽ മതി. പക്ഷേ നടുവിടിച്ചാണ് വീണതെങ്കിൽ വല്ല തിരുമ്മി തടവലും ഞവരക്കിഴിയും ഒക്കെ വേണ്ടിവരും. അത് ഓരോ വർഷവും കർക്കിടകമാകുമ്പോൾ വരും. സുഖചികിത്സ നിർബന്ധമാണെന്ന് സുസ്മിതയെ കളിയാക്കി പറയുകയാണ് രാഘവൻ നായർ. അച്ഛൻ്റെ കളിയാക്കൽ മനസ്സിലാക്കി പ്രീതിയും പറയുകയാണ്, ഇതിപ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല, മൊത്ത സമയവും ഇളക്കമാണ്. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നല്ലതാണ്, അക്കൂട്ടത്തിൽ തലയും ഉൾപ്പെടുമല്ലോ. അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത പറയുകയാണ്, പറഞ്ഞ് ഇങ്ങ് കയറല്ലേ, ഞാനും എൻ്റെ രീതിയിൽ റിയാക്ട് ചെയ്യും. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതേ, നിന്റെ അച്ഛനേക്കാൾ പ്രായമുണ്ട് എനിക്ക്, അത്രയേറെ ലോകപരിചയവും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ കാണിക്കുന്നതെല്ലാം ബോധക്കേടാണ്. ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അത് ആജീവനാന്ത ബന്ധമാണ്. അവർക്കിടയിൽ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ കണ്ടെന്നിരിക്കാം. അത് വച്ച് അവരെ പിണക്കാനോ അത് കണ്ടുകൊണ്ട് മുതലെടുപ്പ് നടത്താനോ ഒക്കെ ശ്രമിക്കുന്നവർ പരിഹാസ്യരാവും എന്നേ ഉള്ളൂ. ആടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കൻ്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ ഒരു അവസ്ഥ നിനക്കുണ്ടാകുന്നതിന് മുമ്പ് നീ മടങ്ങിപ്പോ സുസ്മിതയെ നിന്റെ വീട്ടിലേക്ക്. അതൊക്കെ കേട്ട് സുസ്മിത സ്വയം കരുതുകയാണ്, മനസ്സിലായി എല്ലാവരുടെയും ഉള്ളിലിരിപ്പ്. പക്ഷേ ഒന്നോർത്തോ, സുസ്മിതയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്യം നേടിയേ അടങ്ങോ. ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. സുസ്മിതയുടെ നിൽപ്പ് കണ്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കസേരയൊക്കെ തട്ടിമാറ്റി അവിടെ നിന്നും പോവുകയാണ് സുസ്മിത. ആ പോക്ക് കണ്ട് ഇവളി വീട് ഇളക്കി മറിച്ചിടുമോ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രാഘവൻ നായർ പറയുകയാണ്, മണ്ണാങ്കട്ടയ്ക്ക് മുകളിലിരുന്ന് കുരുവി ആടുമ്പോൾ അത് വിചാരിക്കുന്നത് താൻ ആടുന്നതിനൊപ്പം ഭൂമി മുഴുവൻ ആടുമെന്നാണ്. വിവരക്കേട് ഒരു കുറ്റമല്ല പ്രീതി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം ആകെ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് എത്തുന്ന സുസ്മിത അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശാലിനി വിഷ്ണുവിൻ്റെ കൈകളിലിരുന്നിട്ട്, ഇതെൻ്റെ ഭർത്താവാണ്, ഞാൻ വേറെ ആരെയുമല്ല കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പറഞ്ഞതും വിഷ്ണു തന്നെ ശാലിനിയുടെ കാലുകൊണ്ട് തട്ടിയിട്ടതുമൊക്കെ ഓർത്തങ്ങ് ആകെ കലിതുള്ളി നിൽക്കുകയാണ്. എൻ്റെ കാൽ ചുവട്ടിൽ കിടക്കേണ്ടവളാണ് എന്നെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞത്. ഒരിക്കലും ഈ സുസ്മിത ഈ അപമാനം പൊറുക്കില്ല, ഒരിക്കലും പൊറുക്കാനാവില്ല എനിക്ക്. നീ വിഷ്ണുവേട്ടനെ കെട്ടിപ്പിടിക്കും അല്ലേടി എന്ന് പറഞ്ഞ് റൂമിലെ സാധനങ്ങളൊക്കെ എടുത്തെറിയുകയാണ് സുസ്മിത. സുസ്മിത ഓരോന്നായി എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും. എന്നിട്ട് പ്രീതിയോട് പറയുകയാണ്, പ്രീതി, നീ ചെന്ന് നോക്കിക്കേ ആ റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് കേട്ട് പ്രീതി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഓരോ സാധനങ്ങൾ എറിഞ്ഞുടക്കുകയാണ് സുസ്മിത. തുടർന്ന് ഒരു ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞുടയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സുസ്മിതയെന്ന് ഉറക്കെ വിളിക്കുകയാണ് പ്രീതി. അതെറിയാതെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എന്താന്ന് ചോദിക്കുകയാണ് സുസ്മിത. എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് പ്രീതി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, നിങ്ങൾക്കൊക്കെ ഈ സുസ്മിതയെ പരിഹാസം അല്ലേ? ഈ ബഹളമൊക്കെ കേട്ട് ശാലിനിയും രാഘവൻ നായരുടെ അടുത്തേക്ക് വന്ന് എന്താ അച്ഛാ അവിടെ എന്ന് ചോദിക്കുന്നു. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ആ സുസ്മിത അവിടെ എന്തോ കുഴപ്പം ഒപ്പിക്കുകയാണ്. അതേസമയം ഫ്ലവർ വൈസും കയ്യിൽ പിടിച്ച് സുസ്മിത പറയുകയാണ്, നിങ്ങൾക്ക് മുൻപിൽ സുസ്മിത ഒരു കോമാളി, നിങ്ങൾക്കൊക്കെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇത് കേട്ട് പ്രീതി പറയുകയാണ്, ദേഷ്യവും അമർഷവും ഒക്കെ നിന്റെ വീട്ടില്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല. അതേസമയം ശാലിനിയും പതിയെ നടന്ന് സുസ്മിതയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് ദേഷ്യം വന്ന സുസ്മിത, നിന്റെ വീട് അല്ലേടി എന്നും പറഞ്ഞ് ആ ഫ്ലവർ വേസ് പ്രീതിയുടെ തലയ്ക്കെതിരെ എറിയുകയാണ്. ശാലിനി പതിയെ നടന്ന് സുസ്മിതയുടെ റൂമിൽ എത്തുമ്പോഴേക്കും പ്രീതി ബോധം കെട്ട് വീഴാൻ തുടങ്ങുകയാണ്. ശാലിനി പെട്ടെന്ന് പ്രീതിയെ പിടിച്ച് കട്ടിലേക്ക് കിടത്തുകയാണ്. അന്നേരം പ്രീതി ബോധം കെടുന്നത് കണ്ട് തെല്ലൊന്ന് പരിഭ്രമിക്കുകയാണ് സുസ്മിത. എന്താ സുസ്മിത ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് പ്രീതിയെ കട്ടിൽ കിടത്തിയിട്ട് താഴേക്ക് ഓടി വരികയാണ് ശാലിനി. പക്ഷേ പ്രീതിയുടെ കിടപ്പ് കണ്ട് ആകെ വല്ലാതായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് സുസ്മിത. അതേസമയം താഴേക്ക് വന്ന് ശാലിനി രാഘവൻ നായരോട് പറയുകയാണ്, സുസ്മിത എറിഞ്ഞ ഫ്ലവർ വേസ് കൊണ്ട്
പ്രീതിയുടെ നെറ്റി മുറിഞ്ഞു, ബോധം പോയിരിക്കുകയാണ്. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ ഡ്രൈവറോട് കാർ ഇറക്കാൻ പറയാം എന്ന് പറഞ്ഞ് ശാലിനി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ പറയുകയാണ്, ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോണ്ട, ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി, അതും പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറെ. അന്നേരം ശാലിനി പറയുകയാണ്, പറ്റില്ലച്ചാ, ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, 2 ദിവസമായി പ്രീതിക്കെന്തോ വയ്യായ്കയുണ്ട്, ഒരു ജനറൽ ചെക്കപ്പ് നടത്താമല്ലോ. സംഗതി പ്രശ്നമാകും എന്നറിഞ്ഞ് രാഘവൻ നായർ ആകെ ചിന്തിച്ചിരിക്കുകയാണ്. വീണ്ടും ശാലിനി, ഞാൻ ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറയാം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ദേഷ്യഭാവത്തിൽ രാഘവൻ നായർ പറയുകയാണ്, വേണ്ട, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി. പെട്ടെന്ന് രാഘവൻ നായരുടെ ഭാവമാറ്റം ശ്രദ്ധിക്കുകയാണ് ശാലിനി. പക്ഷെ ശാലിനിക്ക് മുഖം കൊടുക്കാതെ രാഘവൻ നായർ അന്നേരം കുനിഞ്ഞിരിക്കുകയാണ്. അതേസമയം റൂമിൽ സുസ്മിത പ്രീതിയെ വെള്ളമൊക്കെ കുടഞ്ഞിട്ട് പ്രീതി എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് പ്രീതിക്ക് ബോധം തെളിയുന്നു. ഐ എം സോറി പ്രീതി എന്ന് പറഞ്ഞ് പ്രീതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് സുസ്മിത. പക്ഷെ സുസ്മിതയെ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് പ്രീതി. സോറി പ്രീതി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തതാണ്, മരുന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സുസ്മിത. അതേസമയം മുറ്റത്ത് കാറിൽ തിരികെ എത്തുകയാണ് സത്യഭാമ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സത്യഭാമയ്ക്ക് ആരുടെയോ ഫോൺ വരുന്നു. അതേസമയം അകത്ത് രാഘവൻ നായരോട് ശാലിനി ചോദിക്കുകയാണ്, എന്താ അച്ഛാ കുഴപ്പം, പ്രീതിക്ക് എന്തെങ്കിലും പറയച്ചാ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അത് പറയാനുള്ള അവകാശം ഈ അച്ഛനില്ല മോളെ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും മുകളിൽ നിന്ന് സുസ്മിത പറയുകയാണ്, പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ണു തുറന്നു, ചെറിയൊരു മുറിവേ ഉള്ളൂ, ഞാൻ മരുന്ന് വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് കയറി പോവുകയാണ് ശാലിനി. അതേസമയം മുറ്റത്ത് തന്നെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. അതേസമയം മുകളിൽ നിൽക്കുന്ന സുസ്മിതയെ നോക്കി, നിനക്കിത് എന്തിൻ്റെ കേടാ സുസ്മിതയെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് രാഘവൻ നായർ. സോറി അങ്കിൾ എന്ന് സുസ്മിത പറയുന്നു. തുടർന്ന് റൂമിലേക്ക് എത്തുന്ന ശാലിനി പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്ന ശേഷം, പ്രീതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല ശാലിനി, ചെറിയൊരു മുറിവേ ഉള്ളൂ എന്ന് പ്രീതി പറയുന്നു. ഒരു സംശയത്തോടെ ശാലിനി ചോദിക്കുകയാണ്, പ്രീതിക്ക് വേറെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നത് കാണാം, മിക്കപ്പോഴും തലചുറ്റലും. അന്നേരം ആകെ ഒന്ന് പരുങ്ങുകയാണ് പ്രീതി. കല്യാണത്തിന് മുമ്പ് വരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും അർജുനേട്ടൻ എനിക്ക് സഹോദരനെ പോലെയാണ്. ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതോടുകൂടി അർജുനേട്ടൻ അങ്ങ് പിണങ്ങി. എൻ്റെ കല്യാണം മുടക്കിയത് സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് പ്രീതിയോടൊരു ചെറിയ നീരസം തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മനസ്സിൽ സ്നേഹത്തിൻ്റെ പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ചെറിയ പിണക്കങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മാഞ്ഞു പോകും. ഞാനതെല്ലാം മറന്നു. പക്ഷേ പ്രീതി ഇപ്പോഴും അതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നില്ല. അത്രയും പറഞ്ഞ് സങ്കടത്തോടു കൂടി ശാലിനി എഴുന്നേൽക്കുമ്പോൾ ശാലിനിയുടെ കൈ പിടിച്ചിട്ട് ശാലിനിന്ന് സങ്കടത്തോടെ വിളിക്കുകയാണ് പ്രീതി. നിന്നോടെനിക്ക് ഒന്നും ഒളിക്കാനില്ല. ആക്സിഡൻറ്റിൽപ്പെട്ട് അർജുനേട്ടൻ ഇവിടെ ഒളിവിൽ താമസിക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴേക്കും പ്രീതി ഇന്ന് വാതിൽക്കൽ നിന്ന് വിളിക്കുകയാണ് സത്യഭാമ. ഞാൻ അറിയാതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് സത്യഭാമ വന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് പ്രീതിയും ശാലിനിയും. അന്നേരം വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്, പ്രീതി, ഞാൻ നിന്നോടാണ് ചോദിച്ചത്. അമ്മേ, ഞാനത് എന്ന് പ്രീതി പറയുമ്പോൾ ചുറ്റും റൂമൊക്കെ നോക്കുകയാണ് സത്യഭാമ. ആകെ സാധനങ്ങളൊക്കെ ഉടഞ്ഞു കിടക്കുന്നത് കണ്ട് സത്യഭാമ പറയുകയാണ്, ധിക്കാരം ആര് കാണിച്ചാലും ചെകിടടിച്ച് പൊട്ടിക്കണം. ദേ, സത്യഭാമയുടെ മോളാണ് നീ. എന്നിട്ട് സുസ്മിതയെ ചൂണ്ടി പറയുകയാണ്, ഇവൾ ഇത്രയും അക്രമം ഈ വീട്ടിൽ കാണിച്ചിട്ട് നീ എന്തിനാ നോക്കി നിന്നത്? എന്നിട്ട് സുസ്മിതയെ കുലുക്കി ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് കൂടി എനിക്കറിയണം. അന്നേരം സുസ്മിത പറയുകയാണ്, വിഷ്ണുവേട്ടൻ ഇവളെ കയ്യിലെടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. പിന്നെൻ്റെ പിടിവിട്ടുപോയി എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, വിഷ്ണുവേട്ടൻ കയ്യിലെടുത്തുകൊണ്ട് വന്നത് സ്വന്തം ഭാര്യയാണ്. അതും നീയുമായിട്ടുള്ള ബന്ധം എന്താണ്? എൻ്റെ കല്യാണം കഴിയുന്നത് വരെ വിഷ്ണുവേട്ടനും പ്രീതിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അന്നേരം പ്രീതി പറയുകയാണ്, അത് പ്രേമ മൂത്ത് എടുത്തുകൊണ്ട് വന്നതല്ല, ശാലിനിയുടെ കാലിൽ ഇല്ലിമുള്ളു കൊണ്ടത് കാരണം നടക്കാൻ വയ്യാത്തതിനാൽ എടുത്തുകൊണ്ട് വന്നതാണ്. അന്നേരം സങ്കടം അഭിനയിച്ച് സുസ്മിത പറയുകയാണ്, ആൻറ്റി, ആ നേരത്ത് എന്നോട് അതൊന്നും ആരും പറഞ്ഞില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് വെറുതെ സമയം പാഴാക്കുകയാണെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ പിടിയങ്ങ് വിട്ടുപോയി. അന്നേരം എനിക്കെന്തോ ബാധ കയറിയതുപോലെ തോന്നി. അന്നേരം ദേഷ്യപ്പെട്ട് ഭാമ പറയുകയാണ്, ദേ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഇനി ഒരു വട്ടം കൂടി ഇങ്ങനെ എന്തെങ്കിലും നീ പ്രവർത്തിച്ചാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ടി വരില്ല. ഞാൻ തന്നെ പുറത്താക്കും നിന്നെ. അത് കേട്ട് ആകെ അമ്പരക്കുകയാണ് സുസ്മിത. എന്നിട്ടൊന്ന്
മയപ്പെട്ട് സുസ്മിത പറയുകയാണ്, ഇല്ല ആൻറ്റി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കുന്നില്ല. ശരി, പൊയ്ക്കോ എന്ന് പറയുകയാണ് ഭാമ. താഴേക്കിറങ്ങി തൻ്റെ മുന്നിലൂടെ പോകുന്ന സുസ്മിതയെ ദേഷ്യത്തോടെ നോക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്കിരുന്ന് വാത്സല്യത്തോടുകൂടി തലയിലൊക്കെ തടവി നോക്കിയിട്ട് ഭാമ ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? തലവേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. കുഴപ്പമൊന്നും ഇല്ലമ്മേന്ന് പറയുകയാണ് പ്രീതി. വേണ്ടമ്മേ, എനിക്കൊരു ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി, റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഭാമ ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് റൂമിൽ നിന്നും പോകുന്നു. അതേസമയം താഴേക്ക് വരുന്ന ഭാമയോട് ദേഷ്യപ്പെട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമ ഇവിടെ നടക്കുന്നതൊക്കെ? അത് ശാലിനിയെ വിഷ്ണു എടുത്തുകൊണ്ട് പോയത് സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ദേഷ്യത്തോടെ രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ, വലിയൊരു അപകടത്തെയാണ് നീ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവളെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവളെ നീ ഇങ്ങോട്ടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കല്യാണം കഴിപ്പിക്കാൻ അവളെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്നില്ലല്ലോ. അവളെ അവളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചാൽ പോരെ? അതിനൊന്നും ഉത്തരമില്ലാതെ തലകുനിച്ചിരിക്കുകയാണ് ഭാമ. അന്നേരം അവൾ അത്രയ്ക്ക് അനാഥയൊന്നും അല്ലല്ലോ. ഇന്ന് പ്രീതിയുടെ നെറ്റില് അവൾ എറിഞ്ഞ ഫ്ലവർ വേസാണ് കൊണ്ടത്. നാളെ ഇനി വേറെ വല്ലതും ആണ് കൊള്ളുന്നതെങ്കിലോ? അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു മകൾ ഇല്ലാതാവും. ഭാമേ, കഴുത്ത് ചുറ്റിയ പാമ്പുകളെ ഇന്നേ വരെ ഒന്ന് മാത്രമേ തിരുനെറ്റിയിൽ കൊത്താതിരുന്നിട്ടുള്ളൂ. അത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കഴുത്തിലെ പാമ്പാണ്. ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്കുക എന്ന് രാഘവൻ നായർ പറയുമ്പോൾ എന്തോ ആലോചിച്ചുറപ്പിക്കുകയാണ് ഭാമ. അതേസമയം പ്രീതി കാര്യങ്ങളൊക്കെ ശാലിനിയോട് പറയുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ തന്നെ നിൽക്കുകയാണ് ശാലിനിയും. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സന്തോഷത്തോടു കൂടി കിടക്കുന്ന വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി അമ്മാവനോട് പറയുകയാണ്, കൃഷ്ണൻകുട്ടി ചേട്ടൻ അങ്ങനെ ഒരു വാക്ക് അവനിൽ നിന്നും വാങ്ങിച്ചത് നന്നായി. അതിനൊരു അവസരം കാത്തു കിടക്കുകയായിരുന്നു ഞാൻ. ആ പ്രാർത്ഥന ഫലിച്ചിട്ടാകും അന്നേരം നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് അമ്മാവൻ പറയുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി പറയുകയാണ്, ചങ്കിക്കൊള്ളുന്ന വർത്തമാനൊന്നും പറയല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഇതിനകത്ത് കയറിയ പിന്നെ എനിക്കൊരു ആദിയാണ്. അന്നേരം അമ്മാവൻ പറയുകയാണ്, വിഷമിക്കാതെ വിജയലക്ഷ്മി, ഇപ്പോൾ കുറവുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് തന്നേക്കും. ഈ ICUവിൽ നിന്നോന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ്, ഈ ICU എന്നൊക്കെ പറയുന്നത് കാശ് പിടുങ്ങാനുള്ള അവരുടെ ഒരു മാർഗമല്ലേ? അല്ലാതെ നിനക്കെന്തെങ്കിലും കാര്യമായിട്ട് അസുഖമുള്ളത് കൊണ്ടാണോ? അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഹൃദയത്തിൻ്റെ കാര്യമായതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാതിരിക്കാനും വയ്യ. അന്നേരം ചിരിച്ച അമ്മാവൻ പറയുകയാണ്, ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാണ് നിനക്ക് ഹൃദയമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അന്നേരം വിജയലക്ഷ്മി ഒന്ന് നോക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ്, അല്ല, നമ്മൾ ഹൃദയത്തെ പറ്റി അല്ലാതെ എപ്പോഴും ആലോചിക്കാറൊന്നും ഇല്ലല്ലോ. എൻ്റേതത്ര തങ്കപ്പെട്ട ഹൃദയമൊന്നും അല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ മോനെ കോളേജ് വാദ്യരാക്കിയത്. അവനെ ഒരു പടുകുഴിയിലേക്കോ പൊട്ടക്കിണറ്റിലേക്കോ തള്ളിയിടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ചായക്കടക്കാരിയുടെ മോളല്ല, സ്വർണ്ണക്കടക്കാരൻ്റെ മകള് തന്നെയാണ് എൻ്റെ മരുമകളായിട്ട് വരേണ്ടത്. മഹാറാണി ജ്വല്ലേഴ്സിലെ സ്വർണം മുഴുവൻ ഞാൻ എൻ്റെ ദേഹത്തിട്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കൃഷ്ണൻകുട്ടി ചേട്ടാ. വിജയലക്ഷ്മിയുടെ ആ സംസാരം കേട്ട് കുലുങ്ങി ചിരിക്കുകയാണ് അമ്മാവൻ. വിജയലക്ഷ്മി പറയുകയാണ്, അതൊക്കെ ഇട്ടുകൊണ്ട് ഞാനൊരു വിലസം. തുടർന്ന് കാണിക്കുന്നത് ICUവിൻ്റെ പുറത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന രാജീവിനെയാണ്. രാജീവ് അന്നേരം ശാരികയെ കല്യാണം കഴിച്ചതും തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതും ഓർത്തങ്ങ് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ റൂമിൽ അലമാരയിൽ എന്തൊക്കെ തിരയുകയാണ്. അത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് അവളെടുത്ത് മാറ്റിയത് തന്നെയായിരിക്കും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി വരുന്നു ഗോപാലകൃഷ്ണൻ. രാജേശ്വരി എന്ന് താഴേക്ക് വന്ന് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന് ബാലചന്ദ്രൻ പറയുകയാണ്, വലിയ ശബ്ദമൊന്നും എടുത്ത് വിളിക്കണ്ടളിയ, വല്ല അറ്റാക്കും വന്ന് വീണാലേ ബാക്കിയുള്ളവർക്ക് തന്നെയാണ് പണി. നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, കുറിയടിച്ച് ക്ഷണിക്കേണ്ട കാര്യമൊന്നും ഇല്ലളിയ, ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. വീണ്ടും രാജേശ്വരി എന്ന് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ ഓ എന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് രാജേശ്വരി. എന്താ ഇവിടെ ഒരു ശരണം വിളിയെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ എൻ്റെ റൂമിൽ ഒരു സാധനം വെച്ചിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, എന്ത് സാധനമാണാവോ വച്ചിരുന്നത്? അതെന്താണെന്ന് നിനക്കറിയാം രാജേശ്വരി. അതെടുത്തു മാറ്റിയത് നീ തന്നെയാണ്. അതിങ്ങോട്ട് തിരിച്ചു തരാനാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം പറയാതെ രാജേശ്വരി നിൽക്കുമ്പോൾ അളിയൻ്റെ ഭാവമാറ്റം കണ്ട് അളിയനെ ഒന്ന് അടിമുടി നോക്കുകയാണ് ബാലചന്ദ്രൻ. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.